പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സിറ്റിയിലെ യാത്രാ കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടുന്ന വീഡിയോ ആണ്. നമ്മളിപ്പം കേശവാസപുരത്ത് നിന്ന് നമ്മൾ മാറുവാനീസിൻ്റെ സൈഡിലേക്ക് പോകുന്ന MC റോഡിലെ യാത്രയാണിത്. ഇപ്പോൾ നമ്മൾ പരുത്തിപ്പാറ മുതലാണ് ഷൂട്ട് ചെയ്യുന്നത്. പരുത്തിപ്പാറയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത്. അതാണ്ട് പരുത്തിപ്പാറ ജംഗ്ഷൻ കഴിഞ്ഞു. ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡെന്ന് പറയുന്നത് ഇതിലെ പോത്തങ്കോട് പോകാൻ പറ്റുന്നതാണ്. തിരുവനന്തപുരം സിറ്റിയിലേക്ക് പ്രൈവറ്റ് ബസ്സാണ് വരുന്നത്. ഗ്രീൻ കളറുള്ള പ്രൈവറ്റ് ബസ്. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ കളർ ഗ്രീനാണ്. റൈറ്റ് സൈഡിലൊരു അജ്ഫാൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു ചിക്കി വാക്ക് എന്ന് പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. KFC ഒക്കെ പോലെ തന്നെ ഒരു വ്യത്യസ്തമായുള്ള ടേസ്റ്റാണ് ചിക്കി വാക്കിൻ്റെ. ഇത് സ്ട്രൈറ്റ് പോകുന്നത് മണ്ണന്തല, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വട്ടപ്പാറ, പിന്നെ മാറുവാനീസ് കോളേജിൽ അങ്ങോട്ട് പോവുക, പോകുന്ന റൂട്ടാണിത്. ഇന്നെന്തായാലും രാവിലെ മഴയില്ല, നല്ല തെളിഞ്ഞ വെയിലുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ നല്ല അത്യാവശ്യം ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നതാണ്. നമ്മളിപ്പോഴേ വന്നിട്ട് പരുത്തിപ്പാറയിൽ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നാലാഞ്ചിറ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നാലാഞ്ചിറ ആവുന്നു മാറുവാനീസ് കോളേജിൻ്റെ ജംഗ്ഷൻ. ഇത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു എന്താ പറയുന്നത് കുറേ ഈ ഹോം ഇന്ത്യൻ ആക്സസറീസിൻ്റെ ഷോപ്പുകളുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. ഡി ലൈഫ് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. നേരെ കാണുന്നതാണ് മാറുവാനീസ് കോളേജിൻ്റെ എൻട്രി ഗേറ്റ്. അതിനോട് ചേർന്നൊരു ഷോപ്പിംഗ് സെൻ്ററാണ് മലങ്കര ആർക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിംഗ് സെൻ്റർ. അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു ഷോപ്പിംഗ് സെൻ്റർ. ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ എൻട്രൻസ്. മാറുവാനീസ് കോളേജിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നേരെ ഒരു 1/2 കിലോമീറ്ററോളം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാറുവാനീസ് കോളേജിൻ്റെ എൻട്രൻസ് ആണത്. നമ്മൾ വീണ്ടും സ്ട്രൈറ്റ് പോവാണ്. ലെഫ്റ്റ് സൈഡിൽ ഫ്രോസൺ ബോട്ടിൽ എന്ന് പറയുന്നത് ജ്യൂസൊക്കെ, മറ്റേ ഷേക്ക് ജ്യൂസ് അങ്ങനെയൊക്കെ കിട്ടുന്നൊരു ഇതുണ്ട്. ഫ്രോസൺ ബോട്ടിൽ എന്ന് പറയുന്നത് കൊള്ളാം, അത്യാവശ്യം കൊള്ളാവുന്നതാണ്. നേരെ നമ്മുടെ സ്ട്രൈറ്റ് കാണുന്ന ഗ്രേസ് എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ് ഗ്രേസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നാലാഞ്ചിറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് റോസ് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന മറ്റേ ഒപ്റ്റിക്കൽസിൻ്റെ ഷോപ്പ് ഇവിടെയുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് അകത്തേക്ക് പോകുന്ന റോഡ് നമുക്ക് ഇതിലേക്കൂടെ നമുക്ക് മുക്കോലക്കലൊക്കെ പോയി കട്ട് ചെയ്ത് കയറാവുന്ന റോഡാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ബ്രെഡ് ഫാക്ടറി ഉണ്ട്. നമ്മുടെ ആസാദിൻ്റെ ബ്രെഡ് ഫാക്ടറി ഇവിടെ ഉണ്ട്. നാലാഞ്ചിറ ജംഗ്ഷനിലാണ് ഇപ്പോഴും. നാലാഞ്ചിറ ജംഗ്ഷനിൽ കൂടെ ഫ്രണ്ടിലോട്ട് പോവാണ്. ശരിക്കും ഇവിടെ ഒരു വലിയൊരു പള്ളിയുടെ ഒരു ആർച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ബെദ്നി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് പോയിന്റ് ഗേറ്റ് ഈ സൈഡിലുണ്ട്. പള്ളിയിൽ അങ്ങോട്ട് എത്താൻ പോകുന്നേ ഉള്ളൂ. പള്ളിയുടെ അവിടെ എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. പിന്നെ കുറേ ട്യൂഷൻ സെൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാറുവാനീസ് കോളേജിൻ്റെ പഴയ, അതായത് ശരിക്കും നടന്ന് കയറി പോകുന്നൊരു വഴി ഇവിടെയുണ്ട്, പഴയ ചെറിയ വഴി. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സൈഡിൽ കുറേ ട്യൂഷൻ സെൻറ്ററും ഏരിയയൊക്കെ ഉണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് കാണുന്ന ഒരു റിലയൻസിൻ്റെ ട്രെൻഡ്സ് വുമൺ എന്ന് പറയുന്നത് വുമണിൻ്റെ ഡ്രസ്സുകൾ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ് ഇതാണ് സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴി കൂടെ നേരെ അങ്ങ് യുവാനസിലേക്ക് കയറി പോകാവുന്നതാണ്. വഴിയുണ്ട് സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ. നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു KSRTC ബസ് ഇതാ പോകുന്നു. ഇത് കൊട്ടാരക്കര പോകുന്ന വണ്ടിയാണ്. വെമ്പായം കിളിമാനൂര് കൊട്ടാരക്കര പോകുന്ന ബസ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് നമ്മുടെ വെഞ്ഞാറമൂട് അവിടെ ചെന്ന് കഴക്കൂട്ടത്തുനിന്ന് വരുന്ന റോഡുമായിട്ട് ജോയിൻ ചെയ്ത് നേരെ നമ്മുടെ അങ്കമാലിക്ക് പോകുന്നതാണ്. ഇത് പഴയ MC റോഡാണ്. ഇപ്പം കഴക്കൂട്ടത്തു നിന്ന് പുതിയ MC റോഡ് വഴി പോത്തങ്കോട് വഴിയും ബസ്സുകളൊക്കെ സർവീസുണ്ട്. പക്ഷേ കൂടുതൽ സർവീസ് ഇപ്പോൾ ഇതിൽ കൂടെ തന്നെയാണ്. നട്ടുവേണത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ഒരു ബസ് വരുന്നുണ്ട്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ്. ദ ഹാപ്പ് എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. നല്ല അത്യാവശ്യം അരുണിൻ്റെ ഐസ്ക്രീം ഹബ്ബാണ്. അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ് അരുണിനുണ്ട്. അത് ഹാപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ടാറ്റയുടെ ഗുഡ്സ് വെഹിക്കിൾസ് ഒക്കെ സെയിൽ നടത്തുന്ന ഒരു യൂണിറ്റ് കൂടെ ഉണ്ട് ടാറ്റയുടെ ഈ സൈഡിൽ. ശരിക്കും ഇത് പിന്നെ നമ്മൾ ഈ പോകുന്ന ഈ മെയിൻ റോഡിൽ സിറ്റിയിൽ നിന്ന് നമ്മൾ ഔട്ട്സ്കേർട്ടിലേക്ക് അങ്ങോട്ട് കൊട്ടാരക്കര, കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂരൊക്കെ പോകുന്ന റൂട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദൂരം, ഏകദേശം ഒരു ഇനി അങ്ങോട്ടൊരു കുറച്ച് ദൂരം കൂടെ ഡബിൾ സൈഡ് റോഡുണ്ട്. പിന്നെ അങ്ങോട്ട് സിംഗിൾ റോഡുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോട്ടമുകൾ
കോട്ടമുകൾ ജംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നമ്മുടെ എന്താ പറയുന്നത് അവിടുന്ന് കുടപ്പനക്കുന്നിലേക്കൊക്കെ പോകുന്ന റൂട്ട് ആ സൈഡിൽ ഉണ്ട്. കുടപ്പനക്കുന്ന് സൈഡിലേക്ക് പോകുന്ന റൂട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ എക്സ്ട്രാ ഗ്രീൻ XP95. എക്സ്ട്രാ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മളെ ഇവരുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പ്രീമിയം ഡീസലാണ്. ഞാൻ നമ്മുടെ വണ്ടിയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസ് ആണ്. സാധാരണ ഡീസലിനേക്കാൾ 2-3 രൂപ കൂടുതലാണ്, പക്ഷേ കൊള്ളാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഡീസലാണ് ഇന്ത്യൻ ഓയിലിൻ്റെ എക്സ്ട്രാ ഗ്രീൻ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് അത് ആണ് എൻ്റെ വണ്ടിയിൽ അടിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഡീസലാണ്. അവിടെ ഒരു മനോഹരമായിട്ടൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. ടയോട്ടയുടെ കൈരളി ടൊയോട്ടയുടെ ഒരു സെയിൽസും സർവീസ് സെൻറ്ററും ഈ റോഡ് സൈഡിൽ തന്നെയുണ്ട്. നമ്മൾ ഇതാണ്ട് വന്നിട്ട് ഇപ്പം നമ്മൾ ഒരു 4 ജംഗ്ഷൻ കൂടുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മണ്ണന്തല മണ്ണന്തല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. മണ്ണന്തല ലെഫ്റ്റിലോട്ട് പോത്തങ്കോട് പോവാം. റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ റോഡ് നേരെ പോയിട്ട് നമുക്ക് കുടപ്പനക്കുന്ന് സൈഡിലേക്ക് പോകാവുന്നതാണ്. സ്ട്രൈറ്റ് പോകുന്നത് നമ്മുടെ MC റോഡാണ്. നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. മണ്ണന്തല ജംഗ്ഷനിൽ 4 കൂടുന്ന ജംഗ്ഷനാണ്. ഇവിടെ സൈഡിലായിട്ടൊരു ഹോട്ടലുണ്ട്. എൻ്റെ പേര് മഹാരാജ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ഈ ഫിഷിൻ്റെയൊക്കെ ഐറ്റംസ് ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് മഹാരാജ എന്ന് പറയുന്നത്. ഞാനവിടെ പോയിട്ടുണ്ട്. ഞാൻ ഫിഷ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ കൂടെയൊക്കെ പോയവരൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി ഫിഷുകൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഒരു കൂട്ടിനകത്തൊക്കെ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഡബിൾ ലൈൻ റോഡ് കഴിഞ്ഞു. ഇനി സിംഗിൾ ലൈൻ റോഡാണ്. ഇന്ന് ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. പള്ളികളെല്ലാം നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ ഇവിടെ മാരുതി സുസുക്കിയുടെ ട്രൂ വാല്യൂ ഷോപ്പുണ്ട്. പോപ്പുലറിൻ്റെ ട്രൂ വാല്യൂ ഷോപ്പ് തന്നെ മണ്ണന്തല ഇവിടെയുണ്ട്. മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോവാണ്. ദെൻ സൗപർണിക കൺവെൻഷൻ സെൻറ്റർ അതായത് മണ്ണന്തലത്തെ ഇവിടെയാണ് ഇരിക്കുന്നത്. മണ്ണന്തലത്തെ സൗപർണിക കൺവെൻഷൻ സെൻറ്റർ ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ മണ്ണന്തല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഗവൺമെൻറ് പ്രസ് മണ്ണന്തലത്തെ ഇവിടെ റൈറ്റ് സൈഡിലാണ് ഗവൺമെൻറ് പ്രസ് ഇരിക്കുന്നത്. റൈറ്റ് സൈഡ് നോക്കി കാണാൻ പറ്റും. ഗവൺമെൻറ് പ്രസിൻ്റെ എൻട്രൻസ് ആണിത്. എന്തോ ട്രെയിനിങ് സെൻ്ററൊക്കെ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അവിടെ ട്രെയിനിങ് സെൻ്ററിൻ്റെ ബോർഡുകളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ മണ്ണന്തല കഴിഞ്ഞു വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വാഹന പരിശോധന കേന്ദ്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അങ്ങോട്ട് പോകുന്നു. മണ്ണന്തലയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് വളവും തിരിവും ഒക്കെ കാണാം. നേരെ കണ്ടോ ഒരു കുറേ ഫ്ലാറ്റുകൾ ഉണ്ട് ഈ ഏരിയയിൽ. നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടി. നല്ല എന്താ പറയുക, ഒരു ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റുകളുണ്ട്. ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഏരിയയൊക്കെയാണ്. വളവും തിരിവാണ് ഏറ്റവും ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ വണ്ടി ഓടിക്കാവൂ. കാരണം എപ്പോഴാണ് എവിടെ കൂടെയാണ് വണ്ടി വന്ന് കയറുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ റോഡുകളാണ്. ബസ് KSRTC ആയിരുന്നു, ട്രിവാൻഡ്രത്തേക്കുള്ള KSRTC ബസ്. ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അരുവിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അരുവിയോട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻറ് തോമസ് സ്കൂളിലൊക്കെ പോകുന്ന ഒരു ഷോർട്ട്